അമേരിക്ക തങ്ങളെ ഏതെങ്കിലും രീതിയിൽ ആക്രമിച്ചാൽ ഗൾഫ് മേഖലയിൽ എങ്ങുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ബാലിസ്റ്റിക് മിസൈൽ വീഴുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കൻ താവളങ്ങളും ഇസ്രായേലിനെയും നശിപ്പിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഗൾഫ് മേഖലയിൽ എങ്ങുമുള്ള യുഎസ് സൈനിക കേന്ദ്രങ്ങളിൽ എത്താൻ ശേഷിയുള്ള ഹ്രസ്വദൂര മിസൈലുകളുടെയും മിഡ് റേഞ്ച് മിസൈലുകളുടെയും വലിയ ശേഖരം തന്നെ ഇറാനിലുണ്ട്. ഇറാന്റെ പ്രതിരോധ നിർണായകമാകുന്ന ഈ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറക്കം കെടുത്തുന്നത്. അടുത്തിടെ ഇറാൻ അവസാനമായി മിസൈൽ പരീക്ഷണം നടത്തിയത് ജൂണിൽ 12-ാം ദിവസത്തെ സംഘർഷത്തിനിടെ ഇസ്രായേലിലായിരുന്നു. ഖത്തറിലെ അമേരിക്കയുടെ അൽ ഉദൈദ് വ്യോമതാവളത്തിലും മിസൈൽ പ്രയോഗിച്ചു. അന്ന് അതിന്റെ പ്രകടശേഷി ഇസ്രായേലും അമേരിക്കയും മനസ്സിലാക്കിയതാണ്. അതുകൊണ്ടാണ് ഇറാനുമായുള്ള ആണവ ചർച്ചയിൽ ബാലിസ്റ്റിക് മിസൈൽ ശേഷി കുറയ്ക്കുന്നത് കൂടി ഉൾപ്പെടുത്താൻ ഇസ്രായേൽ അമേരിക്കയെ സമ്മർദ്ദം ചെലുത്തുന്നത്. ഗൾഫ് മേഖലയെയും ഇസ്രായേലിനെയും വിറപ്പിക്കാൻ പോകുന്ന ദീർഘദൂര മിസൈലുകളുടെ വലിയ ശേഖരം തന്നെ ഇറാനിലുണ്ട്. 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള 6ഓളം മിസൈൽ ഇനങ്ങളാണ് ഇറാനിലുള്ളത്. 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ലിക്വിഡ് ഫ്യൂവൽഡ് മിസൈലായ ഗ്രാംഷർ മിസൈലാണ് ഇറാൻ പ്രതിരോധത്തിലെ കൂന്തമുന. ഇറാന്റെ ഏറ്റവും അത്യാധുനിക മിസൈലും ഇതുതന്നെയാണ്. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മധ്യപൂർവ്വദേശത്ത് എല്ലായിടത്തും തെക്കുകിഴക്കൻ യൂറോപ്പും ആക്രമിക്കാൻ ശേഷിയുള്ള സർജിക്കൽ മിസൈലിന്റെ പരിധിയും 2000 കിലോമീറ്ററാണ്. ഖത്തറിന്റെ ദൂരപരിധിയും 2000 കിലോമീറ്റർ വരും. ഇതിനിടയിലുള്ള ദൂരപരിധിയിൽ വരുന്ന ഇമാദിന്റെ ശേഷി 1700 കിലോമീറ്ററാണ്. ഷഹാബ് 3 മിസൈൽ 1300 കിലോമീറ്ററും ഹോബിസി 1350 കിലോമീറ്ററും സഞ്ചരിക്കും. ഇറാനിയൻ ന്യൂസ് ഏജൻസി ഇസ്ന 2025 പ്രസിദ്ധീകരിച്ച ഗ്രാഫിക്സ് പ്രകാരം ഇസ്രായേലിനെ ആകെ ഇളക്കാൻ പാകത്തിൽ 9 മിസൈലുകൾ ഇറാന്റെ ശേഖരത്തിലുണ്ട്. ഇതിൽ സെജിൽ മണിക്കൂറിൽ 1700 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കും. 2000 മുതൽ 2500 കിലോമീറ്റർ വരെയാണ് ദൂരപരിധി. 2000 കിലോമീറ്റർ തന്നെ ദൂരപരിധിയുള്ള ഹൈബർ മിസൈലും 1400 കിലോമീറ്റർ പരിധിയുള്ള ഹാസിം മിസൈലും ഇറാന്റെ ശേഖരത്തെ സമ്പുഷ്ടമാക്കുന്നു. വാഷിംഗ്ടൺ ആസ്ഥാനമായ ആംസ് കൺട്രോൾ അസോസിയേഷന്റെ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരിധിയും തുലവും കുറവാണ്. ഷഹാബ് 1 മിസൈലിന് 300 കിലോമീറ്ററും ഷഹാബ് 3ക്ക് പരമാവധി 800 കിലോമീറ്റർ വരെയും മാത്രമേ പരിധിയുള്ളൂ. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈൽ ഇപ്പോൾ ഇറാൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും 1500-നും 2500-നും ഇടയിൽ പരിധി വരുന്ന സെജിക്കൽ മോഡൽ മറ്റൊരു മിസൈലും പണിപ്പുരയിലാണ്. ആംസ് കൺട്രോൾ അസോസിയേഷന്റെ റിപ്പോർട്ടിലാണിത് പറയുന്നത്. ഗൾഫ് മേഖലയിൽ എങ്ങുമുള്ള യുഎസ് സൈനിക കേന്ദ്രങ്ങളിലും ഇസ്രായേലിലും എത്തി നാശം വിതയ്ക്കാൻ ശേഷിയുള്ള 2000-ഓളം മിഡ് റേഞ്ച് ബലിസ്റ്റിക് മിസൈലുകളും ഹ്രസ്വദൂര മിസൈലുകളും ഇറാന്റെ കൈവശമുണ്ട്. ഇസ്രായേൽ മധ്യപൂർവ്വദേശത്തെ മിക്ക യുഎസ് സൈനിക കേന്ദ്രങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങളിലെ അഥവാ സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, സിറിയ, ഇറാഖ്, UAE എന്നിവിടങ്ങളിൽ വരെ ഇറാനിയൻ മിസൈലുകൾക്ക് സഞ്ചരിച്ചെത്താനാകും. ഫത്ത, കസേം, ഹൈബർ, ഷഹാൻ എന്നീ മിസൈലുകൾ ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്. ജൂണിൽ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചതും ഇത് തന്നെയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അയൺഡോം, ഡേവിഡ്, സ്ലീം, ആരോ, സീരിയസ് തുടങ്ങി ത്രിതല പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇസ്രായേലിന് അന്ന് ഇറാനിൽ മിസൈലുകൾ തടുത്തു നിർത്താനായിരുന്നില്ല. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളുടെ 1/3 മാത്രമാണ് അന്ന് ഇസ്രായേലി പ്രതിരോധ സംവിധാനങ്ങൾ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിഞ്ഞത്. ഇറാന്റെ മിസൈൽ ശേഷി കണക്കിലെടുക്കുമ്പോൾ ആലോചിച്ചുറപ്പിക്കാതെ അമേരിക്ക ഒരിക്കലും ഇറാനെ ആക്രമിക്കാൻ മുതിരില്ല. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി കുറയ്ക്കുന്നത് കൂടി ചർച്ചയിൽ ഉൾപ്പെടുത്തണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെടുന്നത്. മിസൈൽ ശേഷി അറിയാവുന്നത് കൊണ്ടാണ് ഇറാനെ തിടുക്കപ്പെട്ട് ആക്രമിക്കരുത് എന്ന് ഇസ്രായേലും തുടക്കത്തിൽ അമേരിക്കയോട് നിലപാട് അറിയിച്ചത്. ഇറാന്റെ മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ മിക്കതും ടെഹ്റാനിലും സമീപ പ്രവിശ്യയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. മിസൈൽ സിറ്റി എന്നറിയപ്പെടുന്ന 5ഓളം അണ്ടർഗ്രൌണ്ട് കേന്ദ്രങ്ങളുണ്ട്. കെർമൻഷാ, സെമിനാർ അടക്കമുള്ള പ്രവിശ്യകളിലാണ് അണ്ടർഗ്രൌണ്ട് കേന്ദ്രങ്ങളുള്ളത്. 2020-ൽ ഒരിക്കൽ അണ്ടർഗ്രൌണ്ടിൽ നിന്ന് ഇറാൻ മിസൈൽ തൊടുത്തുവിട്ട പരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഈ ഒരു ശേഷിയെ വല്ലാതെ അമേരിക്കയും ഇസ്രായേലും ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് എങ്ങനെയാകും ഇനി ഇറാൻ കുതിക്കുന്നത്? ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണം എന്നാണ് അമേരിക്ക പറയുന്നത്. അത്തരം നീക്കങ്ങൾക്ക് ഇറാൻ തയ്യാറാകുമോ എന്നുള്ളതാണ്. എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ പടക്കപ്പൽ അല്ലെങ്കിൽ യുദ്ധവിമാനവാഹിനി
അതിന്റെ മുകളിലൂടെ ഡ്രോൺ അയച്ചുകൊണ്ട് ഇറാൻ നടത്തിയ ചില നീക്കങ്ങൾ അത് ഒരുപക്ഷെ അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയെ മാത്രമല്ല, ഒപ്പം ഇസ്രായേലിനെയും. നേരത്തെ തന്നെ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ചാരസംഘടനയായ മൊസാദിന്റെ ഓപ്പറേഷനുകളെ കുറിച്ചും അല്ലെങ്കിൽ മൊസാദിന്റെ ഒരു നേതാവിനെ ഇറാൻ തീർത്തതിനെ കുറിച്ചുമൊക്കെ ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മൊസാദിന്റെ ചാരന്മാർ അവരുടെ അർബൻ ഹെഡുകളെയൊക്കെ ഇറാനിലെ ഇന്റലിജൻസ് ഗ്രൂപ്പുമായിട്ടൊരു ഏറ്റുമുട്ടൽ നടത്തിയിരുന്നു. അതായത് ഇറാനിൽ ആഭ്യന്തര കലാപം ഒറ്റയടിക്ക് അതിരൂക്ഷമായിരുന്നു. പാശ്ചാത്യ മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത് ഇറാനിലെ ഭരണമാറ്റം നടക്കാൻ പോകുന്നുവെന്നാണ്. ഇറാനിൽ വലിയ തോതിൽ കലാപകാരികൾ അഴിഞ്ഞാടുകയും സർക്കാർ ഓഫീസുകൾ കയ്യേറുകയും ഭരണകൂടത്തിന് ഇഷ്ടമുള്ള പലയിടങ്ങളിലും അവർ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ആയത്തുള്ള അലി ഖമനേയെ താഴെ ഇറക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത് ഇറാനിലെ പല പ്രവിശ്യകളിലും ഏതാണ്ട് 100 വലിയ തോതിൽ പ്രക്ഷോഭമുണ്ടാവുകയും 100ഓളം പ്രവിശ്യകളിൽ വലിയ പ്രക്ഷോഭങ്ങൾ, ജനങ്ങളെ തെരുവിലുറക്കിയുള്ള സമരങ്ങൾ, ഭരണകൂടത്തിനെതിരായ മുദ്രാവാക്യങ്ങൾ അത്തരത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 50-നടുത്ത പ്രവിശ്യകളിൽ രൂക്ഷമായ വെടിവയ്പും ഏറ്റുമുട്ടലും കൊലപാതകങ്ങളും ഒക്കെ നടന്നു. ഇത് റിപ്പോർട്ടുകളിൽ പറയുന്നതാണ്. ഇറാനിലെ സംഭവവികാസങ്ങളെ വിലയിരുത്തുന്ന അവിടുത്തെ സാധാരണ ജനങ്ങൾ സ്വാഭാവികമായി അവിടുത്തെ ഇസ്ലാമിക് ഭരണകൂടത്തിനെതിരെ രംഗത്ത് വന്നതിന്റെ അടയാളം എന്ന നിലയിലാണ്. അതായത് ഇസ്ലാമിക ഭരണകൂടം, ഇസ്ലാമിക് റിപ്പബ്ലിക് താഴെ വീഴുന്നു. ആയത്തുള്ള അലി ഖമനേയുടെ ഭരണം അവസാനിക്കുന്നു. ഷാ ഭരണകൂടത്തിന്റെ പിന്തുടർച്ചക്കാർ അധികാരത്തിൽ വരുന്നു. അങ്ങനെ ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കടുത്ത നിയമങ്ങൾ ഇല്ലാതായി. അവിടെ വലിയ തോതിലുള്ള സാമ്രാജ്യത്വ ഇടപെടലുകൾ അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇടപെടലുകൾ വരുന്നു. അങ്ങനെ ഒരു ഫ്രീ രാജ്യമായിട്ട് ഇറാൻ മാറുന്നു എന്ന തരത്തിലൊക്കെ വലിയ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രചാരണങ്ങൾക്ക് പിന്നാലെ അവിടെയുള്ള പ്രക്ഷോഭകാരികൾ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും അക്രമ പ്രവർത്തനങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും ഒക്കെ കടന്നു. അങ്ങനെ ഇറാനിലെ ഭരണം താഴെ വീഴുന്നു. ഇത് ഒരു വലിയ മുന്നറിയിപ്പായിരുന്നു. ലോകരാജ്യങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു, ലോകരാജ്യങ്ങളുടെ മാധ്യമങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറാൻ എന്തെങ്കിലും സംഭവിച്ചോ, ഇറാനിലെ ഭരണം താഴെ വീണോ? ആയത്തുള്ള അലി ഖമനേയി കഴിഞ്ഞ ദിവസം പൊതുജനങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് തന്റെ നിലപാട് പ്രഖ്യാപിച്ചു. നമ്മളെല്ലാം കണ്ടതാണ്, ഇറാൻ ഒന്നും സംഭവിച്ചില്ല. ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി എന്നതല്ലാതെ യാതൊരു വിധത്തിലുള്ള ഭരണമാറ്റവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇറാൻ അത്രയും കരുത്താർജി നിൽക്കുന്ന സമയമാണിപ്പോൾ. ഇറാന്റെ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ചില ഇന്റലിജൻസ് പരിപാടികൾ നടത്തിയിരുന്നു. അന്ന് IRGC പിന്നീട് നടത്തിയ അന്വേഷണം കണ്ടെത്തിയത് ജൂണിലെ വ്യോമാക്രമണത്തിന് ശേഷം, അതായത് ബങ്കർ ബസ്റ്റർ ബോംബുകളും സ്റ്റെൽത്ത് ബോംബുകളും വിമാനങ്ങളും ഒക്കെ വന്ന ആക്രമണമൊക്കെ നടത്തിയതിനു ശേഷമാണ് ഇങ്ങനെയുള്ള കൂടിയാലോചനകൾക്ക് അമേരിക്കയും ഇസ്രായേലും കടക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇറാനെ ബോംബിട്ട് തകർക്കാൻ കഴിയില്ല. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ അങ്ങനെ ബോംബ് ഉപയോഗിച്ചൊന്നും തകർക്കാൻ കഴിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ബോംബായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ, സ്റ്റെൽത്ത് ബോംബറുകൾ വിമാനങ്ങൾ വഴി വിക്ഷേപിച്ചിട്ടും ഒരു തരത്തിലും തകർച്ചയും ഇറാൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഇറാനെ തകർക്കാൻ വേറെ പല പദ്ധതികളും വേണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചാരന്മാരെ ഇറക്കിയുള്ള പരിപാടികളിലേക്ക് അമേരിക്കയും ഇസ്രായേലും കടന്നതെന്നാണ് IRGC കണ്ടെത്തിയത്. അതിന്റെ ഭാഗമായി വിന്യസിക്കപ്പെട്ട ചാരന്മാരിൽ ചിലരെയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ കണ്ടെത്തിയത്. അതിലൊരു വലിയ ഏറ്റുമുട്ടലിലൂടെ മൊസാദിന്റെ അർബൻ വാർഫെയർ ഹെഡ് കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വാർത്ത. ജനുവരി 7-ന് ഇന്റലിജൻസുമായി ഒരു ഏറ്റുമുട്ടൽ നടന്നിരുന്നു. അതിനിടയിലാണ് ഈ മരണം നടന്നത്. നഗരയുദ്ധത്തിൽ, അതായത് അർബൻ ബാറിൽ പരിശീലനം നേടിയ മൊസാദിന്റെ പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരാളെയാണ് വധിച്ചതെന്നാണ് വാർത്ത. അയാളുടെ പേര് സാദിഖ് അഷ്താരിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇറാനിലെ കുർദിസ്ഥാൻ മേഖലയിൽ ഇസ്രായേലി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരാണ് ഈ പറയപ്പെടുന്ന കൊല്ലപ്പെട്ടയാളെ പരിശീലിപ്പിച്ചതെന്നാണ് ഇറാനിലെ സ്റ്റേറ്റ് മീഡിയ അവകാശപ്പെടുന്നത്. അതായത് ടെഹ്റാനിലെ പോലീസ് സ്റ്റേഷൻ ആക്രമണങ്ങൾ ഉൾപ്പെടെ ഇറാനുള്ളിലെ ആക്രമണങ്ങൾ ഇയാൾ സജീവ പങ്കാളിയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് ഇസ്രായേലിനേറ്റ വലിയ തിരിച്ചടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും.